ജില്ലകൾ തോറും സഞ്ചരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. വീട്ടുമുറ്റത്തും തൊടിയിലും തോട്ടത്തിലും പറമ്പിലും റോഡിലും നഗരത്തിലുമൊക്കെ വന്യജീവി ആക്രമണത്താൽ വലയുകയാണ് മനുഷ്യർ. ഒരു കണക്കുകൂടി നമുക്ക് നോക്കിയാൽ അതും ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ, അതിൽ കൊല്ലപ്പെട്ടവർ, അവരുടെ കണക്ക് നമുക്ക് നോക്കാം. അതെന്ന് പറയുമ്പോൾ ഈ ആന, കടുവ, പുലി, കാട്ടുപോത്ത്, ഇതിന്റെ എല്ലാം കാട്ടുപന്നി, ഇതിന്റെയൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ പാമ്പ് കടിയേറ്റുള്ള മരണം ഇതിൽ ഇല്ല, ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ നോക്കൂ, 2016 മുതൽ 17 വരെ നോക്കുമ്പോൾ 26 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 2017-18 വർഷത്തിൽ അതിലേക്ക് എത്തുമ്പോൾ 27 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2018-2019 വർഷത്തിൽ 23 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അടുത്ത നോക്കിയാൽ 2019-20 19 മരണങ്ങളുടെ കണക്ക്. 2020-21 കാലയളവിൽ 36 മരണങ്ങൾ. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് കണക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമാകും. 2021-22 ആയപ്പോഴേക്കും അത് 48 ആവുന്നു. 2022-23 41, 23-24 കാലഘട്ടത്തിൽ 42 പേരാണ് മരണം. 2024-25 വർഷങ്ങളിൽ 36 പേരുടെ മരണമാണ് ഈ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 2025-26 വർഷത്തിൽ ഏറ്റവും ഒടുവിലായ കണക്കുകൾ നോക്കുമ്പോൾ 25 മരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് ആകെ 10 വർഷത്തിൽ 353 പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇത് ഔദ്യോഗിക കണക്കാണ്. ഈ കണക്കിനപ്പുറം ഇനി വേണോ ഈ വിഷയത്തിൽ നമുക്ക് ഞെട്ടലുണ്ടാകാൻ? എത്രത്തോളം ഗൗരവതരമായ വിഷയമാണ്. നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയ വിഷയമാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വകുപ്പ് പോലും തുടർ നടപടികൾ എന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്.